സനോജ്, ഇപ്പോൾ രാഹുലിനെ തെരഞ്ഞു നടന്നിരുന്ന പോലീസ് 15-ാം ദിവസം രാഹുലിന് സുരക്ഷയൊരുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, പോലീസ് നിയമപരമായിട്ടുള്ള സ്മൃതി ചെയ്യാൻ വേണ്ടി കഴിയൂ. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം എടുത്തിട്ടുള്ള ഒരാളെ എന്നാൽ പിന്നെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്ത് മറ്റേ സുരേഷ് ഗോപി സിനിമ കാണിക്കാൻ പറ്റുമോ? നിങ്ങളെന്താ ഈ ചോദിക്കുന്നത്? പോലീസ് മുന്നിൽ വന്ന പരാതി, അതുമായി ബന്ധപ്പെട്ട് പോലീസ് FIR ഇടുന്നു, അന്വേഷണം നടത്തുന്നു, പ്രതി മുങ്ങുന്നു, പ്രതി മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുന്നു, പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു. പിന്നെ പോലീസ് എന്ത് ചെയ്യണം? പോലീസ് അവിടെ നിന്ന് തിരിഞ്ഞു പോണോ? ഇല്ല, വേണ്ട. SIT ഒക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ, 15 ദിവസം കോടതിയുടെ ഉത്തരവൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ രാഹുലിനെ ലൊക്കേറ്റ് ചെയ്യാനും പിടിക്കാനും ഒക്കെ കഴിയായിരുന്നു. അപ്പോൾ അതിലൊക്കെ ആ സമയത്തൊക്കെ മുടന്തിയത് എന്താണ്? ഇതിങ്ങനെ നീണ്ടു പോകട്ടെ, സ്വർണ്ണക്കൊളയിൽ നിന്ന് അല്പം ഒരു ആശ്വാസം ലഭിക്കട്ടെ എന്നതാണോ എന്ന് സംശയിച്ചാൽ അതിന് മറുപടി താല്പര്യമുള്ളതുകൊണ്ട് ചോദ്യങ്ങളെല്ലാം താല്പര്യങ്ങളായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ താല്പര്യമുള്ളത് കൊണ്ട് സ്മൃതി അതെ സ്മൃതിയുടെ താല്പര്യമല്ലേ? അതെന്താ സംശയം? സ്മൃതിയുടെ ചർച്ച കേൾക്കുന്ന ആർക്കും മനസ്സിലാവുമല്ലോ സ്മൃതിക്ക് എന്തൊക്കെ താല്പര്യങ്ങളുണ്ട്. സ്മൃതിയുടെ താല്പര്യപ്രകാരം സ്മൃതിയെ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് 10-15 ദിവസം ഉണ്ടായിട്ടും LDF-ന്റെ ഗവൺമെന്റ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ചിട്ടില്ല എന്നാണല്ലോ. അത് നിങ്ങൾ പ്രചരിപ്പിച്ചോ. പക്ഷെ ജനങ്ങൾക്ക് ഇതൊക്കെ കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ നിങ്ങൾ ആദ്യത്തെ നിങ്ങൾ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം എന്താ? 15 ദിവസമായിട്ട് മുങ്ങി നടക്കുന്ന പ്രതിക്ക് ഇന്ന് പോലീസ് സംരക്ഷണം കൊടുത്തു എന്നല്ലേ? അതൊരു നിസ്സഹായാവസ്ഥയാണ് പറഞ്ഞത്. അതൊരു നിസ്സഹായാവസ്ഥയാണ്. നിയമപരമായി അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആർക്കാ അറിയാത്തത്? ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം അങ്ങേക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം അങ്ങേക്ക് മനസ്സിലാവുന്നില്ല. മുൻകൂർ ജാമ്യം കൊടുത്ത പ്രതിയെ നിങ്ങൾ ചോദിച്ചതിന്റെ ധ്വനി എന്താ? നിങ്ങൾ ചോദിച്ചതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ചോദിച്ച ചോദ്യം മുൻകൂർ ജാമ്യം കൊടുത്ത പ്രതിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ്. മലയാളികൾക്ക് ആർക്ക് മനസ്സിലാവും? മുൻകൂർ ജാമ്യം കൊടുത്ത പ്രതിയെ നിങ്ങൾ സംരക്ഷിച്ചു ചോദിച്ചത്? മുൻകൂർ ജാമ്യം കൊടുത്ത പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? മുൻകൂർ ജാമ്യം കൊടുത്ത പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് പറ. മുൻകൂർ ജാമ്യം കൊടുത്ത പ്രതിയെ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം മുൻകൂർ ജാമ്യം കൊടുത്ത ഒരു പ്രതിക്ക് ഇന്ന് പോലീസ് സംരക്ഷണം കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? പോലീസ് നിങ്ങൾക്ക് താല്പര്യമുള്ള ചോദ്യം മാത്രം ചോദിക്കാനല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ജനത്തിന്റെ ചോദ്യത്തിലൊക്കെ ഞങ്ങൾ ജനത്തിന്റെ മൊത്തം ചോദ്യം നിങ്ങൾ ഏറ്റെടുക്കണ്ട. നിങ്ങൾ ചോദിച്ചാൽ മതി. മൊത്തം ചോദ്യമാണ് നിങ്ങളാ പറഞ്ഞത്. ജനം ചോദിച്ചോളൂ. ജനം ചോദിക്കുന്നുണ്ടെങ്കിൽ ജനം ചോദിക്കും. അത് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ കാണുന്നുണ്ട്. ജനം ജനത്തിന്റെ മൊത്തം ചോദ്യം എന്നിൽ കൂടിയാണ് വരുന്നത്. ജനം നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ചോദിക്കാൻ. ജനത്തിന്റെ മൊത്തം ചോദ്യം നിങ്ങൾ ചോദിക്കണ്ട. ജനത്തിന്റെ മൊത്തം ചോദ്യമല്ല. നിങ്ങളെ ചോദ്യം ജനത്തിന്റെ മൊത്തം ചോദ്യമല്ല. ജനം അങ്ങനെ ചോദിക്കില്ല. അത്യാവശ്യം മുൻകൂർ ജാമ്യം കിട്ടിയ പ്രതിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്നൊക്കെ സാമാന്യ ബോധമൊക്കെ ജനത്തിനുണ്ട്, സ്മൃതിക്കില്ലെങ്കിലും. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.